ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ വെള്ളപ്പയർ വെച്ചിട്ടുള്ളൊരു മസാലയാണ്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളപ്പയർ 1.5 കപ്പ്, സവാള അരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം നീളത്തിൽ കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 2.5 ടേബിൾ സ്പൂൺ, തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറുവപ്പട്ട 1 ഇഞ്ച് കനത്തിലുള്ളത്, ഏലക്ക 2 എണ്ണം, ഗ്രാമ്പു 5 എണ്ണം, ബേ ലീഫ് 2 എണ്ണം, എണ്ണ ആവശ്യത്തിന്, വെള്ളം 2.5 കപ്പ്, മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ പയർ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം വെള്ളത്തിൽ 45 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ബേ ലീവ്സ് ഒന്ന് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുക്കണം. 1 മിനിറ്റ് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഇനി അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കളർ മാറുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നതിനായിട്ടും ഒന്ന് ചെറുതായിട്ട് കളർ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി ബ്രൗൺ ആകേണ്ട കാര്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് പച്ചമണമൊക്കെ പോയി. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇനി ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് 1 സ്പൂൺ മതി. കാശ്മീരി മുളക് പൊടി അല്ല ചേർത്തിരിക്കുന്നത്. അതേകൂട്ട് കുരുമുളകുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഗ്രാമ്പൂവിൻ്റെയൊക്കെ നല്ല എരിവ് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നു, ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് 45 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിരുന്ന വെള്ളപ്പയർ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേകുന്നതിനായിട്ടുള്ള വെള്ളം, ഇപ്പോൾ 1.5 കപ്പ് പയർ 45 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചു. അതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചിട്ട് 3-ാമത്തെ വിസിൽ അടിക്കുന്നതിന് തൊട്ട് മുന്നേ തീ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പ്രഷർ ഫുൾ റിലീസ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം. എനിക്കിത് കറക്റ്റ് ആയിരുന്നു. അപ്പം ഇപ്പോൾ അത് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കൂടുതൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വേകും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാല ഒന്നും ഓവറായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം എന്ന് പറയുന്നത് ഈ പ്രഷർ കുക്കറിൽ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. അതേപോലെ ഒരു നോൺ വെജ് വെക്കുന്ന അതേ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഒന്ന് പുറത്തിട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്.